മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷ്യോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. ഇതിൽ നമ്മൾ ടൈപ്പ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയ നമ്മുടെ പാർട്ട് 1 കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. Today we are discussing about composition of ratios. It includes duplicate ratio, sub-duplicate ratio, triplicate ratio, sub-triplicate ratio and inverse ratio. Let's move on to the video. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A:B ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുക. അതായത് A:B തന്നിട്ടുണ്ടാവും, നമ്മൾ എയിൻ്റെ സ്ക്വയർ എടുക്കുക, ബിൻ്റെ സ്ക്വയർ എടുത്ത് അതിൻ്റെ റേഷ്യോ ആയിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി A:B റേഷ്യോ എന്തായിരിക്കും? A²:B² ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്ന്. ഇവിടെ നമ്മൾ സ്ക്വയർ എടുത്തെങ്കിൽ സബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് അല്ലേ? സോ A:B സബ് ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ സ്ക്വയർ എടുത്തെങ്കിൽ അവിടെ A:B സ്ക്വയർ റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. √A:√B ആയിരിക്കും സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് A²:B² ആണ്. സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് √A:√B ആയിരിക്കും. അടുത്തത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോയും സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോയും സെയിം ആണ്. നിങ്ങൾക്ക് ആ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവും. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ 2 ആണെങ്കിൽ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 3 ആണല്ലേ? സോ A:B ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ക്യൂബ് എടുത്താൽ മതി. A³ ഓക്കെ. അതേപോലെ സബ് ട്രിപ്ലിക്കേറ്റ് അവിടെ നമ്മൾ എന്താ എടുത്തത്? സബ് എന്ന് പറഞ്ഞപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എടുക്കേണ്ടത്? ഇവിടെ ക്യൂബ് ആണല്ലേ? സോ എന്ത് റൂട്ട് എടുക്കണം? ക്യൂബ് റൂട്ട് എടുക്കണം. A:B സബ് ട്രിപ്ലിക്കേറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്തെടുക്കണം? ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് ഓഫ് A ക്യൂബ് റൂട്ട് ഓഫ് B ആയിരിക്കും സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B. ഇനി നമ്മൾ നോക്കുന്നത് ഇൻവേഴ്സ് റേഷ്യോ ആണ്. അത് നമ്മൾ റെസിപ്രോക്കൽ റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇൻവേഴ്സ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് A:B തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിനെ തിരിച്ചിട്ടാൽ മതി. B:A ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം A:B ഇൻവേഴ്സ് റേഷ്യോ ഈസ് B:A. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാംസിന് ചോദിക്കുന്നത്. ഫൈൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 4:5. ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി കാണും. എന്താണ് 4:5ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്? ഇതിൻ്റെ സ്ക്വയർ എടുക്കും അല്ലേ? ദാറ്റ് ഈസ് 4²:5². എന്തായിരിക്കും ആൻസർ? 16:25 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 16:25 ആയിരിക്കും 4:5ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 12:13 അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണോ ചോദിച്ചിരിക്കുന്നത്? ട്രിപ്ലിക്കേറ്റ് ആണോ? സബ് ആണോ? സബ് ട്രിപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. സോ 12:13ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിന് സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് 144:169 ആയിരിക്കും അല്ലേ ആൻസർ? നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. 144:169 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 4:169. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ നമ്മൾ ആൻസർ എങ്ങനെ എഴുതണം? √4:169. ദാറ്റ് ഈസ് എന്താണ്? 2:169ൻ്റെ റൂട്ട് ഈസ് 13 ആയിരിക്കും. സോ ആൻസർ ഈസ് 2:13. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 25:121 ആണ്. സോ എന്താ എടുക്കേണ്ട? റൂട്ടാണ്. √25:121 ആണ്. സോ എന്താണ് 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. (11). ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ ഈസ് 5:11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 3:5. ആൻസർ എന്താ ചോദിച്ചിരിക്കുന്നത്? ട്രിപ്ലിക്കേറ്റ് ആണ്. സോ 3³ ആണ്. ആൻസർ എന്തായിരിക്കും? 27:125. ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ക്യൂബും സ്ക്വയറൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ വേഗത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ക്യൂബും സ്ക്വയേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 27:125. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 7:8. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 7³ ആണ്. 7ൻ്റെ ക്യൂബ് എത്രയാണ്? 343 ആണ്. 8³ 512.
512. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 343:512. ഫൈൻഡ് ദി സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 64:343. അപ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? ക്യൂബിക് റൂട്ടാണ് അല്ലേ. സോ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 64 ഈസ് 4. ക്യൂബ് റൂട്ട് ഓഫ് 343 എന്താണ്? ഈ 7. ആൻസർ ഈസ് 4:7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 1000:343. 1000ൻ്റെ ക്യൂബിക് റൂട്ട് എത്രയാണ്? 10 ആയിരിക്കും. 343യുടെ ക്യൂബിക് റൂട്ട് എത്രയാണ്? 7. എന്താ അത് മീൻ ചെയ്യുന്നത്? നമുക്ക് 10 ക്യൂബ് എടുക്കുമ്പോഴാണ് 1000 കിട്ടുന്നത്. 7 ക്യൂബ് എടുക്കുമ്പോഴാണ് 343 കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് 343 റൂട്ട് 7ഉം 1000 റൂട്ട് 10ഉം ആയത്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 10:7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 5:6. സിമ്പിൾ അല്ലേ, എന്ത് എഴുതിയാൽ മതി? തിരിച്ചിട്ടാൽ മതി. 6:5 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 9:19. എന്തായിരിക്കും ആൻസർ? ഇൻവേഴ്സ് റേഷ്യോ ഈസ് 19:9. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ്സസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ ക്ലാസ് കണ്ട് മനസ്സിലാക്കി കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.